കൊച്ചി വാട്ടർ മെട്രോ മാതൃകയിൽ രാജ്യമൊട്ടാകെ ജലഗതാഗതം ആരംഭിക്കാനുള്ള പഠനത്തിന് KMRL ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കൊച്ചി വാട്ടർ മെട്രോ വിജയകരമായതോടെയാണ് പദ്ധതി രാജ്യമാകെ വ്യാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. തീരുമാനം കേരളത്തിന് ലഭിച്ച അംഗീകാരമായി. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത വകുപ്പ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 18 സ്ഥലങ്ങളിൽ വാട്ടർ മെട്രോ നടപ്പാക്കാനുള്ള സാധ്യതാ പഠനം നടത്താൻ കൊച്ചി മെട്രോയോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് കൺസൾട്ടൻസി വിഭാഗം രൂപീകരിക്കാൻ KMRL ഡയറക്ടർ ബോർഡ് അനുമതി നൽകിയത്. ഇതിന്റെ ഭാഗമായി ഇൻഹൗസ് കമ്മിറ്റി രൂപീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ വാട്ടർ മെട്രോ ആരംഭിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കൊച്ചി മെട്രോ ആരംഭിച്ചു. ആവശ്യമെങ്കിൽ പുറത്തുനിന്നുള്ള വിദഗ്ധ സേവനവും തേടും. തടാകങ്ങൾ, പുഴകൾ, ജലാശയങ്ങൾ, കായലുകൾ, സമുദ്രം തുടങ്ങി വൈവിധ്യമാർന്ന ഇടങ്ങളിലാണ് വാട്ടർ മെട്രോ ആരംഭിക്കാൻ സാധ്യത തേടുന്നത്. ഗുവാഹത്തിയിൽ ബ്രഹ്മപുത്ര നദിയിലും ജമ്മു കാശ്മീരിൽ ദാൽ ലേക്കിലും ആൻഡമാനിൽ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിച്ചും ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് പദ്ധതി നടപ്പാക്കുക. സാധ്യതാ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ വാട്ടർ മെട്രോ ആരംഭിക്കാമെന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. തുടർന്ന് വാട്ടർ മെട്രോയുടെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് KMRL അറിയിച്ചു. അഹമ്മദാബാദ്, സമർബനി, സൂറത്ത്, മംഗലാപുരം, അയോധ്യ, ധുബ്രി, ഗോവ, ഗോഹത്തി, കൊല്ലം, കൊൽക്കത്ത, പാട്ന, പ്രയാഗ്രാജ്, ശ്രീനഗർ, വാരണസി, മുംബൈ, വസായി, ലക്ഷദ്വീപ്, ആൻഡമാൻ എന്നിവിടങ്ങളിലാണ് വാട്ടർ മെട്രോയ്ക്കുള്ള സാധ്യത പരിഗണിക്കുന്നത്. കേരളത്തിനും KMRLനും വാട്ടർ മെട്രോയ്ക്കും ലഭിച്ച വലിയ അംഗീകാരമായിരിക്കുകയാണ് കേന്ദ്ര തീരുമാനം. രാജ്യത്തെ ഇത്രയും സ്ഥലങ്ങളിൽ വൈവിധ്യമാർന്ന ജലകേന്ദ്രങ്ങളിൽ വാട്ടർ മെട്രോ ആരംഭിക്കുക എന്നത് വലിയ സാങ്കേതിക വെല്ലുവിളിയാണെങ്കിലും പരിചയസമ്പന്നരായ മനുഷ്യ വിഭവശേഷി ഇക്കാര്യത്തിൽ KMRLന് കരുത്താകുമെന്നാണ് പ്രതീക്ഷ. കൈരളി ന്യൂസ്, കൊച്ചി.